സോ മക്കളെ 15th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? ദ സം ഓഫ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂസ് ഇൻ ബോർ മാഗ്നറ്റോൺ ഓഫ് MnBr6 3- ആൻഡ് MnCn6 3-. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ കേസിൽ നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നാണ് വരുന്നത്. അവിടെയുള്ള ലിഗാൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്, ബ്രോമൈഡ് ആണല്ലോ, ഇപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ Mn3+ എന്ന് പറഞ്ഞാൽ Mn എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4s2 3d5 ആണ്. അന്ന് 3 ഇലക്ട്രോൺ പോയിട്ട് 3d4 ആയി. അപ്പോൾ d4 ആണ് കോൺഫിഗറേഷൻ. d4 ആണ് ഞാനിങ്ങനെ വരച്ചു. ഇതിൽ 1 2 3 4 പെയറിംഗ് ഉണ്ടാവുമോ? പെയറിംഗ് ഉണ്ടാവില്ല, കാരണം ഇത് വീക്ക് ഫീൽഡ് ആയതുകൊണ്ട്. സോ ഹൗ മെനി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്? 4 ഇലക്ട്രോൺസ് അൺപെയർഡ് ഉണ്ട്. 4 ആണെങ്കിൽ അതിൻ്റെ ബോർ മാഗ്നറ്റോൺ മ്യൂ എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്ര വരും? 4.89 എന്ന് വരും. 4.89 ബോർ മാഗ്നറ്റോൺ ആണ് കിട്ടുക. റെഡി. ഇനി അടുത്തത് മാംഗനീസ്. ഇവിടെ വീണ്ടും Mn+3 തന്നെയാണ്, പക്ഷേ ഇവിടെ Cn- ആണ്, വിച്ച് ഇസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ ഇത് d4 സിസ്റ്റം ആണല്ലോ, d4 സിസ്റ്റം ആണ്. ഇത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ D2sp3 ആ വരിക അല്ലേ? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് D2sp3 എന്ന് വെച്ചാൽ 2 d ഓർബിറ്റൽ വേക്കൻ്റ് ആകുന്നത് വരെ മാത്രമേ നിങ്ങൾ പെയർ ചെയ്യാവൂ. അപ്പോൾ നോക്കൂ, 1 2 3 4 5. അപ്പോൾ 1 2 3 4 ഈ 4 ഇലക്ട്രോണിൽ ഇവനെ നിങ്ങൾ പെയർ ചെയ്തോളൂ, പക്ഷേ ഇവനെ നിങ്ങൾ പെയർ ചെയ്യരുത്. കാരണം എന്താ? എത്രയാണോ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ആവശ്യമായിട്ടുള്ള വേക്കൻ്റ് ഓർബിറ്റിൽ കിട്ടുന്നത് അതുവരെ മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിംഗ് ആണ് അവിടെ നടക്കുക. സോ അങ്ങനെ ഒരു പെയറിംഗ് നടന്നാൽ ഇവിടെ 2 d ഓർബിറ്റൽ വേക്കൻ്റ് ആയി കിട്ടും, ഇവിടെ ഇത് പെയറപ്പായിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെയാണ് സംഭവിക്കുക. സോ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ 2 എണ്ണം. സോ പെയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരച്ച പെയറിംഗ് പോലെയല്ല, നേരെ ഫസ്റ്റ് ഓർബിറ്റിലാണ് പെയറിംഗ് വരേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ അത് വയലേറ്റ് ചെയ്യും. ഓക്കെ, 3 4 5 ഇവിടെ പെയറപ്പ് ചെയ്യും 1 4. ഓക്കെ, ഈ 2 d ഓർബിറ്റിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് എന്താ? അപ്പോൾ ഇവിടുന്ന് എത്ര ഇലക്ട്രോൺസ്? അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n=2 ആണ്. n=2 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് =2.82 ആണ്. 2.82 ബോർ മാഗ്നറ്റോൺ ആണ്. സോ ഇത് രണ്ടും കൂടി സം ചെയ്യണം. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 4.89 + 2.82 11 16 17 6 7.71. സോ 7.71 വിൽ ബി ദി ആൻസർ. ഇത് നിങ്ങൾ അധികം ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല, കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പൊതുവേ ഒരു റേഞ്ചാണ് വരിക. ചിലപ്പോൾ നിങ്ങൾ 4.89 അവിടെയൊക്കെ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വരുത്തിയാലും ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ആൻസർ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.